ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഫ്രണ്ട് ആപ്പ് കേട്ടിട്ടുണ്ടോ? ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണോ? ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സും സേഫ്റ്റി ആണോ, അത് സേഫ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണോ നിങ്ങൾ യൂസ് ചെയ്യണത്? എങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞതിന് വെച്ചിട്ട് ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നത് ഒരു ഡേറ്റിംഗ് ആപ്പാണ്. അതായത് 18+ ആയിട്ടുള്ള കണ്ടൻസ് ആണ് ഈ ഒരു ആപ്പിലൂടെ അവർ കമ്മ്യൂണിക്കേഷൻ, അതായത് ഡേറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പിലൂടെ നമുക്ക് നടക്കുന്നത്. പക്ഷേ അവരിവിടെ പ്രൊമോഷൻ ചെയ്യുന്നത് ഇത് പെൺകുട്ടികൾക്ക് ഇതിലൂടെ ഏൺ ചെയ്യാൻ പറ്റും, അതായത് പൈസ സമ്പാദിക്കാൻ പറ്റും എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു ആപ്പിൻ്റെ പ്രൊമോട്ടേഴ്സ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത് തികച്ചും, അതായത് പെൺകുട്ടികൾക്ക് ഒരു പെൺകുട്ടികളെ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടുള്ള ഒരു ആപ്പാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് തന്നെ ഡേഞ്ചറായിട്ട് മാറും, ലൈഫ് തന്നെ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് അത്. നമ്മളിപ്പം ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമുക്ക് നമ്മളിതിൽ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ജെൻഡർ ചോദിക്കുന്നുണ്ട്, മെയിലാണോ ഫീമെയിലാണോ. അതിനിപ്പം ഫീമെയിലാണോ മെയിലാണോ എന്നൊക്കെ അവരറിയാൻ വേണ്ടി വോയിസ് ഒക്കെ അവർ ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ടാണ് ഫീമെയിൽസിന് ഇത് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ മെയിൽസ് ഇത് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് പൈസ അടച്ച്, അതായത് പേയ്മെൻറ്റ് അടച്ചിട്ട് വേണം അവരിത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് സ്ത്രീകളെ ഒരു കാഴ്ച വസ്തുവാക്കിയിട്ട് അതിലൂടെ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സൊക്കെ നോക്കിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടും കൂടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ വീട്ടിലുള്ളവരോ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടും കൂടി പറയുക ഇതൊരു അഡൽട്ട് ആപ്പാണ്, 18+ ആയിട്ടുള്ള കണ്ടൻസ് ആണ് ഈ ഒരു ആപ്പിൽ നമ്മളിവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ മിക്കവാറും ആൾക്കാർ, എല്ലാവരും ഞാൻ പറയണില്ല, മിക്കവാറും ആൾക്കാർ 18+, അതായത് മോസ്റ്റും ആൾക്കാർ 18+ കണ്ടൻസ് എബൌട്ടാക്കി ടോക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുള്ള ആൾക്കാരാണ്. അത് സംസാരിക്കാനും അതിനെ റിലേറ്റ് ചെയ്തിട്ട് അവർ എൻജോയ്മെൻറ്റും, അതായത് പ്ലഷർ കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ്. ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ പറയുന്നത് തന്നെ ഞാൻ കേട്ടതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ്, അതായത് ഇൻഫ്ലുവൻസേഴ്സ് ഇതിനെക്കുറിച്ച് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ആപ്പ് നമ്മൾ പബ്ലിക്കിലോട്ട് വരുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ആ ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ ഈ ഒരു ആപ്പിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോയും കൂടി ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. താങ്ക് യു. പല ആളുകളും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിൽ ജെൻസിന് പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഗേൾസ്, അതായത് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇതിൽ കയറുന്ന സമയത്ത് ഗേൾ ആണോ ബോയ് ആണോ എന്ന് അവർ ചോദിക്കും, ജെൻഡർ ചോദിക്കും. അപ്പം ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പേയ്മെന്റ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇതിനകത്ത് ഗേൾസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ സൗണ്ട് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വെരിഫൈ ചെയ്ത് ഇവർ കയറിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇതേപോലെ ഓഡിയോ കോൾസോ വീഡിയോ കോൾസോ ചെയ്ത് പേയ്മെന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതേസമയം ഈ ഒരു ആപ്ലിക്കേഷൻ ജെൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തിലേക്ക് പേയ്മെന്റ് ഇട്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ കുറേയധികം ഇതിനകത്ത് ഇട്ടെങ്കിൽ, അതായത് 100 രൂപ 200 രൂപ അങ്ങനെയൊക്കെ റീചാർജബിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ വെച്ച് നിങ്ങൾ പൈസ ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടത്തുള്ളൂ. സോ ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ, ആളുകളെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളുടെയും എന്താ പറയുക, ഫാമിലീസിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാനും അതുപോലെ കുടുംബജീവിതം തകരാനും